എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. കിരൺ ഷേർലിന് വേറെ ആരെങ്കിലുമായിട്ട് അഫെയർ ഉണ്ടെങ്കിൽ, വേറെ ആരെങ്കിലും ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതാണല്ലോ അന്ന് ഇത്രയും റിസ്ക് എടുത്ത് സ്വന്തം നിശ്ചയത്തിന്റെ അന്ന് അവനെ കാണാൻ പോയത്. എന്നിട്ട് പിന്നെന്തിനാ അവള് രോഹിത് സാറിന് വേണ്ടി കർവാ ചൗത്തിന്റെ വ്രതം എടുത്തിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇത് അവളുടെ തന്ത്രമായിരിക്കണം. എങ്കിൽ ഈ വ്രതത്തിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യം തന്നെ ഉണ്ടായിരിക്കണം കിരൺ. നമുക്ക് കണ്ടുപിടിക്കണം. അമ്മേ, എന്നോട് വന്നേ. എന്റെ ദൈവമേ, നീ എന്തായി ചെയ്തത്? എന്റെ നെയിൽ പോളിഷ് കൊളവാക്കി കളഞ്ഞല്ലോ. അയ്യോ, ഐ എം സോ സോറി അമ്മേ. ഒരു മിനിറ്റ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെന്നോ. സോ സോറി, എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഓഹോ, അങ്ങനെ എന്ത് എമർജൻസിയാ മോനെ വന്നത്? നീ ഇത്ര ടെൻഷൻ ആയിരിക്കുന്ന എന്താ? എന്ത് പറ്റി അത് പറയേ. അമ്മ, അവിടെ ഷെർലിൻ. ഷേർലിൻ? എന്ത് പറ്റി അവക്ക്? ഷേർലിൻ എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മേ, അമ്മ ഇങ്ങനെ റിയാക്ട് ചെയ്യല്ലേ. അവളാ എന്താ പറയുന്ന, വെള്ളമൊന്നും കുടിക്കാതെ ഉപവാസം. അത് തന്നെ ആ ഉപവാസം. ഇങ്ങനെ മോനെ, എന്തിനാ പറയാൻ പാടില്ല. ഇതൊക്കെയല്ലേ നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത്. പാവം നിനക്ക് വേണ്ടി വിശന്ന് തളർന്ന് ദാഹിച്ചിരിക്കയല്ലേ. നോക്ക്, ആ പാവ ഇതുവരെ വെള്ളം. ഒരു മിനിറ്റ്. അവൾ എന്തിനാ പാവമായിട്ട് ഫീൽ ചെയ്യുന്നേ? ഐ മീൻ, എനിക്ക് അവളെ കണ്ടിട്ട് കഷ്ടം തോന്നുന്നുണ്ടമ്മേ. അവളിപ്പോ ആർക്ക് വേണ്ടിട്ട് ഉപവാസം എടുക്കുന്നേ? അവൾക്ക് ഗിൽറ്റി ഫീൽ ആവുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഉപവാസമൊക്കെ? എന്തിനാ? വൈ ടു കീപ് ദിസ് ഹോൾ തിങ്? അത് മാത്രമല്ല അമ്മ, എനിക്ക് എന്നെ വല്ലാതാവുന്നുണ്ട്. എനിക്ക് എന്തോ പോലെ തോന്നുന്നേ. ദിസ് ഈസ് സംതിങ് സ്ട്രേഞ്ച്. മോനെ, ഇതിനെ കഷ്ടം തോന്നുക എന്നല്ല പറയേണ്ടത്, കെയർ ചെയ്യുക എന്നാ. ഇതിനെ ടെൻഷൻ അടിക്കുക എന്നാ പറയാ. ഇതിനെ സന്തോഷം ഇല്ലാതാക്കുക എന്നാ പറയാ. ഈ ഷെർലിൻ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, അവള് വീക്ക് ഫീൽ ചെയ്യുന്നു, എന്നിട്ട് അസിഡിറ്റി എന്നും പറയുന്നു. എനിക്കറിയില്ല അമ്മ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. അമ്മ ഇപ്പൊ തന്നെ എന്നോട് വരണം, എന്നിട്ട് അവളോട് പറയണം ഉപവാസം അവസാനിപ്പിക്കാൻ. വന്നേ. ഇല്ല മോനെ, ഞാൻ വരില്ല. ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് വ്രതം മുറിക്കുന്നത് നല്ല ശകുനമല്ല. ഇല്ലില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അമ്മയുടെ സൂപ്പർ സ്റ്റേഷൻസ് കൂടെ. അമ്മ പ്ലീസ്. എന്തോ ആയിക്കോട്ടെ, എനിക്ക് പറ്റില്ല. ശരി, ഇനി ഞാൻ അമ്മയോട് സംസാരിക്കില്ല. ഓക്കെ? എന്താ ഇത് രോഹിത്? ഇത് ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? അമ്മ, ഇത് ബ്ലാക്ക് മെയിലിംഗ് ആയാലും വൈറ്റ് മെയിലിംഗ് ആയാലും അമ്മ ഇപ്പൊ എന്നോട് വന്നേ പറ്റൂ. എന്നിട്ട് അവളോട് പറഞ്ഞ ഉപവാസം നിർത്താനായിട്ട്. അത് പറഞ്ഞേ പറ്റൂ. നോക്ക് മോനെ, വരാൻ പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ ഷേർലിനോട് ഒരു തവണ മാത്രമേ പറയൂ. ഒരു തവണ പറഞ്ഞിട്ട് കേൾക്കുന്നതാണെങ്കിൽ മാത്രം, അല്ലാതെ ഞാൻ അവളെ നിർബന്ധിക്കില്ല. രണ്ട് തവണ? ഒരു തവണ പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. രണ്ട് തവണ കൺഫേം ആണേ. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ ഓക്കെ. ഓക്കെ, ശരി. ഒരു മിനിറ്റ്. ഇഫ് ഐ എം നോട്ട് റോങ്, ആർക്ക് വേണ്ടിയാണ് വ്രതം നോക്കുന്നത് അയാൾ തന്നെ അയാളുടെ കൈ കൊണ്ട് വ്രതം മുറിക്കണമെന്നാ പറയാറ്. Am I correct? അബ്സല്യൂട്ട്ലി. നിനക്ക് നല്ല നോളജ് ആണല്ലോ കർവാ ചൗത്തിന്റെ വ്രതത്തെ പറ്റി. എനിക്ക് തോന്നുന്നു നിന്റെ എല്ലാ ബേബി ഡോൾസും നിനക്ക് വേണ്ടി വ്രതം എടുക്കാറുണ്ട്. ഒരിക്കലുമില്ല. എന്റെ വീട്ടിൽ അമ്മയുണ്ടടി, പിന്നെ ടിവി ഉണ്ട്. അതിൽ ഞാൻ ഒരുപാട് സിനിമ കാണാറുണ്ട്. സിനിമയിൽ മാത്രമല്ല, ഇപ്പൊ ടിവി ഷോസിൽ ഒരുപാട് വ്രതം എടുക്കുന്നതിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. കമ്പൽസറി പോലെ, റൈറ്റ്? കൊള്ളാം. നിന്റെ മുഖത്ത് ചിരി വരുത്താൻ എനിക്കും കഴിഞ്ഞല്ലോ. പിന്നെ നിന്റെ ആ കോന്തനില്ലേ, നീ എന്തിനാ ഇപ്പൊ അവനെ ഇതിനിടയിലേക്ക് കൊണ്ടുവരുന്നത്? ഇത് ഞാനും നീ തമ്മിലുള്ള കാര്യമല്ലേ? നമുക്ക് ഷേർലിനെ പിടിക്കണ്ടേ? മിഷൻ മുഖംമൂടി അടിക്കൽ, റൈറ്റ്? ഓക്കേ. അല്ലെങ്കിലും ഞാൻ അവനെ കുറിച്ച് ഒന്നും പറയുന്നില്ലേ. അവനെ കുറിച്ച് പറയുമ്പോ തന്നെ ബോറടിക്കുക എനിക്ക്. ഗുഡ്. നമുക്ക് ഷേർലിനെ പറ്റി മാത്രം സംസാരിക്കാം. ഇൻഫാക്ട് ഷേർലിനെ പറ്റി സംസാരിക്കാൻ പറ്റിയിടം നിന്റെ വീട് തന്നെയാ. അപ്പൊ നമുക്ക് അവളെ ശ്രദ്ധിക്കുകയും ചെയ്യാലോ. ചിലപ്പോ അവളെ നമുക്ക് കൈയോടെ പിടിക്കാൻ കഴിഞ്ഞാലോ. കറക്റ്റ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷേർലിനെ ഫോളോ ചെയ്യാവല്ലേ. അവള് വ്രതം മുറിക്കുമല്ലോ, അപ്പൊ അറിയാം അവളുടെ വ്രതം മുറിക്കാൻ ആരാ വരാൻ പോകുന്നെന്ന്. ചിലപ്പോക്കെ നീയും ബുദ്ധിയുള്ള വർത്താനം പറയുമല്ലേ? ചിലപ്പോഴൊക്കെ മാത്രമല്ല, ഞാൻ എപ്പോഴും ബുദ്ധിയുള്ള വർത്താനം പറയാറ്. ഐ എം ബോൺ ഇന്റലിജന്റ്. ഐ എം കിരൺ നമ്പ്യാർ. ഓക്കേ? അല്ല, അതൊക്കെ പോട്ടെ. നീയും വ്രതം എടുക്കാറുണ്ടല്ലോ. നീ ആർക്ക് വേണ്ടിയാണ് ഈ വ്രതം എടുക്കുന്നത്? ഒന്ന് പറഞ്ഞ അത് ആരാന്ന്? പൃഥ്വി. ആഹാ, നോട്ട് ബാഡ്. പേരൊക്കെ ഓർമ്മ വന്നല്ലോ. നല്ല കാര്യമല്ലേ? ഇനിയിപ്പോ നിനക്ക് എന്നെ സംശയമൊന്നും തോന്നില്ലല്ലോ ഞാൻ രോഹിത് സാറിന്റെ പിന്നാലെ പോവാണെന്ന്? ഏട്ടനൊക്കെ എപ്പോഴേ ദൂരെ പോയില്ലേ. ഇപ്പൊ എനിക്ക് പുതിയൊരു സംശയമാടി. ഇപ്പൊ പുതിയ എന്ത് സംശയ? അതായത് നിനക്ക് എന്നെ കണ്ടിട്ട് നിന്റെ ഹൃദയത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ടല്ലേ? ഷെർലിൻ മോളെ,
ഞാൻ എന്താണെന്ന് പറയുന്നത്, ഓൾറെഡി നിനക്ക് തീരെ ആരോഗ്യമില്ല. ഇപ്പൊ നിനക്ക് കുറച്ച് അസിഡിറ്റിയുടെ പ്രോബ്ലം ആയി. ഇന്നത്തേക്ക് വ്രതം മുറിച്ചേക്ക് മോളെ. വയ്യാതെ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ഡോക്ടറെ ഹോസ്പിറ്റലിൽ ഒക്കെ ആയിട്ട് എന്താ ചെയ്യുക? എനിക്കിതൊന്നും കാണാനേ വയ്യ. ഇന്നത്തേക്ക് വ്രതം മുറിക്ക് മോളെ, പ്ലീസ്, എനിക്ക് വേണ്ടി. ആന്റി, ഒരു കാര്യം പറയും. നിങ്ങൾ ആദ്യമായി വ്രതം എടുത്തപ്പോ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ പോവേണ്ടി വന്നിരുന്നില്ലേ? പക്ഷേ നിങ്ങളുടെ സ്ട്രോങ് വിഷ് നിങ്ങൾക്ക് ശക്തി തന്നു. ഇത് നമ്മൾ പെണ്ണുങ്ങൾക്ക് സ്വന്തം ഭർത്താവിനോടുള്ള, അല്ലെങ്കിൽ ഭർത്താവാൻ പോകുന്ന ആളോടുള്ള സ്നേഹമാണ്. അപ്പൊ ഈ സ്നേഹത്തിന്റെ ആധാരത്തിൽ വ്രതമെടുക്കേണ്ട വിഷ് എന്റേത് മാത്രമാണ്. അപ്പോ എനിക്കെന്റെ വിശ്വാസത്തെ ചീറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്റെ രോഹിത്തിന് വേണ്ടിയാണ് വ്രതം എടുക്കുന്നത്, എന്റെ പൂർണ്ണ മനസ്സോടെ തന്നെ. നിങ്ങൾ എത്ര ശുദ്ധിയോടെയാണോ അങ്കിളിന് വേണ്ടി വ്രതം എടുക്കുന്നത്, അതുപോലെ പ്ലീസ് നിങ്ങളെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക. നന്നായി വരട്ടെ മോളെ. നിനക്ക് ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ലഭിക്കട്ടെ. നീ ഇതൊക്കെ പറഞ്ഞ് എന്റെ മനസ്സ് കീഴടക്കി. നന്നായി വരട്ടെ. രോഹിത് മോനെ, ഞാൻ ഷേർലിന്റെ ഭാഗത്താണ്. എന്റെ മരുമകളാകാൻ പോകുന്ന കുട്ടി എന്റെ മകന് വേണ്ടി ഇത്രയ്ക്ക് ശ്രദ്ധയും വിശ്വാസത്തോടും കൂടി വ്രതം എടുക്കുമ്പോ ഞാൻ എങ്ങനെ അത് വേണ്ടെന്ന് പറയുക? അമ്മേ, ഒരു തവണ കൂടി പ്ലീസ്. രോഹിത് മോനെ, നീ കേക്ക്. നീ 2 തവണ പറഞ്ഞു, ഞാൻ 2 തവണ ശ്രമിച്ചു. പക്ഷെ അവൾ വാശിയിലാണ്, ആര് പറഞ്ഞാലും കേൾക്കില്ല. അമ്മേ, ഇത് കേക്ക്. ഷേർലിൻ നിന്നെ തുറന്ന മനസ്സോടെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെനിക്ക് അറിഞ്ഞൂടെ? എല്ലാരും ഇവിടെ ആഘോഷിക്കുമ്പോ ഞാൻ മാത്രം എന്തിനാ മിണ്ടാതിരിക്കുന്നേ? ഞാനും കുടിക്കട്ടെ. അത് നല്ല കാര്യം. എല്ലാവരും ആഘോഷിക്കുമ്പോ നീ മാത്രം എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? നീയും കുടിക്കേ, ഇതൊക്കെ കഴിക്കുന്നേ. ചെല്ല്. അതെ അതെ അമ്മേ. എന്റെ കണ്ണിന്റെ മുൻപിൽ ഇത്രയും വലിയ കാര്യം എങ്ങനെ പോയി? കിരൺ സാറിന് ഇപ്പൊ സപ്പോസ് ചേച്ചിയുടെ ലവ് ആണെങ്കിൽ എപ്പോഴായിരിക്കും ആയത്? സാറ് ചേച്ചി പ്രപ്പോസ് ചെയ്യുവാണെങ്കിൽ ചേച്ചി അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമോ? എന്നുവെച്ചാ ഒരു ദിവസം 2 പ്രപ്പോസൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാ? ഇല്ല, ചേച്ചി ഏത് അവസ്ഥയിലാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. സൃഷ്ടി, നീ എവിടെ പോകുന്നു? ഇവിടെ ഇരിക്കുക സൃഷ്ടി. ഞാൻ എവിടെ പോയെന്നാ? എവിടല്ലേ നിക്കുന്നേ? ഞാൻ കുറച്ച് ഹാപ്പി ആയതുകൊണ്ട് കുറച്ച് ഡാൻസിങ് സ്റ്റെപ്സ് ചെയ്യുമായിരുന്നു. സത്യമായിട്ടും പ്രോമിസ്, ഞാൻ വീഴത്തില്ല അമ്മ. എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിച്ചാ ശ്രദ്ധിച്ച്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവള് വീഴില്ല. അമ്മേ, നിങ്ങൾ PhD എടുത്തു വെച്ചിരിക്കല്ലേ? ഈ കപ്പ് സിറപ്പ് കുടിക്കുന്നതിലും ഈ ലഹരി കഴിക്കുന്നതിലും നിങ്ങളുടെ കാര്യം കുശാലായ. എന്തേലും സംശയമുണ്ടോ? ഒരു സംശയം തരാം ഞാൻ. സ്റ്റാമ്പ് പേപ്പറിൽ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഇങ്ങോട്ട് എഴുതിത്താ. നിനക്ക് എന്തും പറയാന്നാണോ? ഞാൻ അങ്ങനെയുള്ള ഒരു പെണ്ണൊന്നും അല്ല. അങ്ങനെ ഒരു പെണ്ണെന്ന് വെച്ചാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പെണ്ണ് അല്ലെങ്കിൽ നീ ഒരു നോർമൽ പെണ്ണല്ലേ? ഒരു നോർമൽ പെണ്ണിന് ഒരു ആണിനോട് പ്രണയം തോന്നില്ലടി? അങ്ങനെ തോന്നാം, പക്ഷെ ആ ചെക്കന്റെ പേര് കിരൺ നമ്പ്യാർ എന്നാണെങ്കിൽ പിന്നെ നോ ചാൻസ്. അല്ലെങ്കിലും നിനക്കെന്താ ഭ്രാന്താണോ? ആദ്യം നിനക്ക് തോന്നി ഞാൻ നിന്റെ പിന്നാലെയാണെന്ന്, പിന്നെ നിനക്ക് തോന്നിയത് ഞാൻ രോഹിത് സാറിന്റെ പിന്നാലെയാണെന്ന്, ഇപ്പൊ നിനക്ക് വീണ്ടും തോന്നുന്നു ഞാൻ നിന്റെ പിന്നാലെയാണെന്ന്. അല്ല, നിനക്ക് ഹലോ, ഞാൻ നിനക്ക് എന്നോട് എന്താ തോന്നുന്നു പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞ? നീ അങ്ങനെ ഒരു പെണ്ണല്ലാന്ന്. എന്താടി, ഞാൻ അത്രയ്ക്ക് മോശമാണോ? കണ്ട പെമ്പിളരല്ല എന്റെ പുറകെ നടക്കാണ് പോലും ആണോന്ന്? എന്നെ പറ്റി ഇതാണ് നിന്റെ ജഡ്ജ്മെന്റ് എങ്കിൽ അതെല്ലാം പൂട്ടിക്കെട്ടി നിന്റെ കൈ തന്നെ നീ വച്ചോ. ഞാൻ എന്റെ കാര്യമാ പറഞ്ഞു. ഞാനും എന്റെ കാര്യോടെ പറഞ്ഞേ. എന്നാ പറഞ്ഞു ഇവിടെ ഇരുന്നോ? നിന്റെ കാര്യം ആര് കേൾക്കാനാ? നീ കേൾക്കേണ്ടി വരും മോളെ, കാരണം ഞാനാ പറയുന്ന കിരൺ നമ്പ്യാർ. ശരി, നീ എന്താ വിചാരിച്ച? നീ പറയുന്നത് കേൾക്കാൻ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ എന്നെ കിട്ടില്ല. പറ്റോടി, കാരണം എനിക്ക് നീ അങ്ങനെ ഒരു വൈബാ തന്നെ. ഒരാണിന് പെണ്ണിന്ന് കിട്ടുന്ന വൈബ സത്യമാടി പറഞ്ഞത്. ആ വൈബ് കണ്ണിന്ന് നേരെ ഹൃദയത്തിലാ എത്തുന്നേ.
ചേച്ചിയും കിരൺ സാറും ഇവരാ ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞു എന്നാ തോന്നുന്നത്. ഇപ്പൊ ഐറ്റുമായി കൺഫെഷൻ നടക്കുക. എന്നുവെച്ചാ കിരൺ സാറ് പ്രപ്പോസ് ചെയ്തു, എന്നിട്ട് പ്രീത ചേച്ചി അക്സെപ്റ്റും ചെയ്തോ? ഫാന്റാബിളിസ്റ്റിക്! എന്തൊരു ബന്ധമായത്! ലോകത്തിലെ നമ്പർ 1 ബന്ധം തന്നെ, നമ്പർ 1. ഓ എന്റെ പുന്നാര ചേച്ചി, ചേച്ചി പൊളിച്ചടിക്കില്ലേ! ഐ എം സോ ഹാപ്പി ഫോർ യു, സോ ഹാപ്പി ഫോർ യു. ആൻഡ് കിരൺ സർ, മൈ സ്റ്റാർ ക്രിക്കറ്റർ, ഐ എം ഹാപ്പി ഫോർ യു ടു ഡൂഡ്. ലെറ്റ്സ് റോക്ക്! അല്ല, നിനക്കെന്താ ഈ പറ്റിയത്? ആദ്യം അരപ്പിരിയായിരുന്നു, ഇപ്പൊ മുഴുപ്പിരിയായോടി? അല്ല സാർ, എനിക്ക് പിരി ഇളകിയിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പി, അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ഐ എം ഹാപ്പി ഫോർ യു 2, 3, 4. ഓക്കെ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നേ ചെന്ന് കെട്ടിപ്പിടിക്കോ. സ്നേഹത്തോടെ വേണേ, സ്നേഹത്തോടെ. ചെല്ല് കെട്ടിപ്പിടിക്കാൻ അങ്ങോട്ട്, സ്നേഹത്തോടെ. എന്റെ ചേച്ചിയുടെ കെട്ടുറപ്പിച്ചടാ മോനെ. എല്ലാരും കേക്കൂ, എന്റെ ചേച്ചിയുടെ ഉറപ്പിച്ചടാ. എല്ലാരും കേട്ടോ, എന്റെ ചേച്ചിയുടെ കെട്ടുറപ്പിച്ചു. മിണ്ടാതിരുന്നേ, നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ സൃഷ്ടി? എന്താ ഇത്? ആഹാ, നീ എന്ത് കാര്യത്തിന് ഇങ്ങനെ നിന്ന് ചിരിക്കുന്നേ? ഞാനും ഹാപ്പിയാ സൃഷ്ടി പറഞ്ഞ അതേ കാര്യത്തിന്. എന്റെ ചേച്ചി ഇത്രയും വലിയ ബ്രേക്കിംഗ് ന്യൂസാ. ഞാൻ പോയി അമ്മയടുത്ത് മുത്തശ്ശിടുത്തും പറയാവേ. അതെ, ഇത് വടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ട കാര്യമാ. ഒളിച്ചടുക്കണം നമുക്ക്. ഞാൻ പോയിട്ട് വരാവേ. ഭ്രാന്ത് പിടിച്ചോ? നീ എന്താ അവിടെ പോയിട്ട് പറയാൻ പോന്നെ? നീ ഇപ്പൊ ഒന്നും പറയണ്ട. ഒരു മിനിറ്റ്, ഇത് ആരാ കിരൺ സർ? ഇവക്ക് ഇത്രയും പോലും അറിയത്തില്ലേ? എന്റെ ചേച്ചി ആ പൃഥ്വി ചേട്ടന്റെ വീട്ടിൽ വിളിച്ച് എല്ലാം ക്യാൻസൽ ചെയ്യണം, ക്യാൻസൽ. സൃഷ്ടി, നീ എന്താ ഈ പറയുന്നത്? ഇവിടെ തലയ്ക്ക് അസുഖമാണെന്ന് തോന്നുന്നേ. എന്തൊക്കെയാ ഇവിടെ വിളിച്ചു പറയുന്നത്? അയ്യോ, ഞാൻ വെള്ളം അടിച്ച് ഓവറായിപ്പോയി. ഇനി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണ്ടേ? കുറച്ചും കൂടെ വെള്ളം അടിക്കാല്ലേ. എന്തായാലും ഞാൻ ഇപ്പൊ പോയി അമ്മയടുത്ത് മുത്തശ്ശിടുത്തും പറയാവേ. എവിടെയും പോവില്ല. എന്നാ ചേച്ചിയും വാ. വിളിച്ചു പറയണ്ട. മിണ്ടാതെ അവിടെ ഇരിക്കുന്നേ. ഒട്ടും നാണാവില്ലേ നിനക്ക്? അങ്ങനത്തെ സംഭവം എനിക്കില്ല. സൃഷ്ടി, സൃഷ്ടി എണീക്ക്. സൃഷ്ടി, എണീക്ക്. സൃഷ്ടി, എന്തു പറ്റി? ഇവൾ ഔട്ടായിന്ന് തോന്നുന്നേ. അത് കുഴപ്പമില്ല, നമുക്ക് പോവാൻ ലേറ്റായി. നീ എന്നെ ലൈൻ അടിക്കാൻ നോക്കുവായിരുന്നല്ലേടി? വാട്ട്? ഐ എം റിയലി സോറി ടു ബ്രേക്ക് യുവർ ഹാർട്ട്. പക്ഷെ സത്യം ഇതാണ്, എന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ഒരു ഫീലിങ്സും ഇല്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം എനിക്കൊരു നല്ല ബന്ധുവാ വന്നിരിക്കുന്നെ, പൃഥ്വിയുടെ. ഇപ്പൊ കുറച്ച് സൈഡ് തന്നെ. ഒരു സാധനം വെച്ച സ്ഥലത്ത് കാണില്ല. എവിടെയാണാവോ നെയിൽ പോളിഷ് വെച്ചിരിക്കുന്നത്? സുന്ദരി നീയും സുന്ദരൻ ഞാനും. എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ഞാനിവിടെ അല്ലേ, അവിടെ നോക്കിട്ട് എന്താ കാര്യം? ഹായ് ഹായ്, ഇന്നത്തെ ചടങ്ങുകൾക്കൊക്കെ നന്ദി. എന്താ നിങ്ങൾ ചെയ്തത്? എന്താ ചെയ്തതെന്നോ? ഇത്ര സ്നേഹത്തോടെ കൈ നീട്ടിയപ്പോ ഞാൻ ആ സ്നേഹം സ്വീകരിച്ചതല്ലേ. കാർത്തികേ, മോളെ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വാ. ഇപ്പൊ എന്ത് ചെയ്യാനാണോ? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയണേ? സോറി മാമാ മാമി, നിങ്ങളുടെ ഈ റൊമാൻറ്റിക് മൊമെന്റ്സിനെ സ്പോയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം എന്താന്ന് വെച്ചാ... ഇല്ല മോളെ, ഇല്ല, അങ്ങനൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യം നിനക്കറിയുവോ? നിന്റെ മാമൻ എവിടെ വെച്ച് വേണേലും ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യും. ചെല്ലെന്നേ, നിന്റെ ഭാവി വരെ വന്നിട്ടുണ്ടാകുമല്ലോ. നീ അവന്റെ അടുത്ത് പോയി സംസാരിക്കുന്നേ. മുത്തേ, എന്റെ തങ്കക്കുടമല്ലേ? എത്തിയിട്ട് റൊമാൻസിനൊട്ടും കുറവില്ലല്ലോ. ഓഹോ, വാർദ്ധക്യം എന്റെ അച്ഛനായിരിക്കും. ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ്. സത്യത്തിൽ കാര്യം എന്താണെന്നോ? ഞാൻ നെയിൽ പോളിഷ് ഇട്ടോണ്ടിരുന്നപ്പോഴ് രോഹിത് ഇങ്ങോട്ട് വന്നു. എന്റെ നെയിൽ പോളിഷ് ഇളകിപ്പോയി. അല്ലാതെ അത് ഞാൻ നിങ്ങളെ കാണിക്കുമൊന്നുമല്ലായിരുന്നു. ആക്ച്വലി ഞാൻ നെയിൽ പോളിഷ് റിമൂവർ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇതുവരെ കിട്ടിയില്ല. നെയിൽ പോളിഷ് റിമൂവർ? അവിടെ നോക്കിയാൽ നെയിൽ പോളിഷ് റിമൂവർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ നോക്കി നോക്കി മടുത്തിരിക്കുക. നീ എന്താ കരുതിയത്? ലോകത്തെ എല്ലാ കാര്യങ്ങളും നിനക്ക് മാത്രം അറിയുള്ളൂന്നോ? എനിക്കൊന്നും അറിയില്ലെന്നോ? ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത്. തന്റെ കെട്ടിയോന്റെ കണ്ണ് ഭയങ്കര ഷാർപ്പാണ്. ഇങ്ങോട്ട് വാ, ഇരിക്കെ. അയ്യോ, ഞാനിതൊക്കെ ചെയ്തോളാന്ന്. നീ അവിടെ ഇരിക്കും പെണ്ണേ. നീ എനിക്ക് വേണ്ടി ഇത്രയും വലിയ, ഇത്ര കഠിന വ്രതം എടുത്തതല്ലേ. എനിക്കിത്ര ചെറിയ കാര്യം പോലും ചെയ്തുകൂടെ?
ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞേ മാമ മാമി, ഈ എവർഗ്രീൻ പ്രേമത്തിന്റെ രഹസ്യം എന്താണ്? അതൊന്നും അല്ല മോളെ, ഒരു രഹസ്യവും ഇല്ല. നിന്റെ മാമിയുണ്ടല്ലോ, അവൾ എല്ലാ ദിവസവും എന്നെ തോൽപ്പിച്ചോണ്ടിരിക്കും. അവൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതെ, അതുകൊണ്ട് എന്റെ ഹൃദയമിടിപ്പുകൾ ചെറുപ്പമായി കൊണ്ടിരിക്കും. നിങ്ങൾ എന്താ ഇങ്ങനെ തുടങ്ങുന്ന? കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്തൊക്കെയായി പറയുന്നത്? പിന്നെ ഞാൻ നിന്റെ മാമിയെ മനഃപൂർവ്വം ചൊറിയാറുണ്ട്. ഇവളോട് ചോദിക്കും, നീ എന്നെ ഇത്രയും പ്രേമിക്കുന്നുണ്ടെങ്കിൽ നീ എന്താ ഇതുവരെ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരാത്തതെന്ന്. ഓ പിന്നെ പ്രേമിച്ചാ മാത്രം പോരാ, ഗിഫ്റ്റും കൂടി തരണം അല്ലേ? അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞേ, ഈ പറയുന്നത് തെറ്റാണെന്ന് മാമി തെളിയിച്ചോ? പിന്നെ ഉറപ്പായിട്ടും തെറ്റാണെന്ന് തെളിയിച്ചു. ഞാൻ എന്റെ കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഇവരെക്കാളും നല്ല ഗിഫ്റ്റ് ഇവൾക്ക് തരാനേ പറ്റില്ല. സോ സ്വീറ്റ്. അതല്ല, നിന്റെ മമ്മി സ്പൈസിയാണ് മോളെ. ഹായ് ഹായ് ഹായ്, ഇതാ ക്രിക്കറ്റർ അല്ലേ കിരൺ നമ്പ്യാർ? ഭഗവാൻ നിങ്ങളുടെ രണ്ടാളുടെയും ജോഡി ആശീർവദിക്കട്ടെ. മാഡം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ലെങ്കിൽ ഉടനെ ഉണ്ടാകും. ഹീറോ ഇപ്പോഴും റെഡിയാണെന്ന് തോന്നുന്നേ. ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം. അയ്യോ ഇല്ലല്ല, ദേ ഒന്ന് നിന്നേ. ഹലോ, നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാ. നീ ഇതെവിടേക്ക് പോവാ? എനിക്ക് ഇറങ്ങണം, ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞില്ല നിന്നോട് വണ്ടി നിർത്താൻ. അവർ തന്നത് തിരിച്ചു കൊടുക്കണം. എന്ത് തന്നുന്നാ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. അവർ ആശീർവാദം തന്നില്ലേ നമ്മുടെ കല്യാണം നടക്കാൻ? എനിക്ക് പോണം, അവരുടെ സംശയം തീർക്കണം. ഇനി എന്താണാവോ സംഭവിക്കുക? ഈ ചെറിയൊരു കാര്യത്തിന് ഇവൾ ഇത്ര ഹൈപ്പറാണോ? ഇവൾ എങ്ങോട്ടേ പോന്ന പ്രീത? അതെ, ഇത് ചെറിയ കാര്യമല്ല, വളരെ വലിയൊരു കാര്യം. ഇവർ തരുന്ന ആശീർവാദം ഫലിക്കാറുണ്ട്. ഇവരുടെ വായിന്ന് വരുന്ന വാക്കുകൾ സത്യമാവാറുണ്ട്. ആശീർവാദമാണല്ലോ. തമാശ പറഞ്ഞാലുണ്ടല്ലോ, കാരണം ഇവരുടെ ശാപവും ഏൽക്കും. ഭഗവാന്റെ ആശീർവാദം കിട്ടിയ ആൾക്കാരാ. നീ ഒന്ന് മിണ്ടാതെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എടി നിക്കാൻ. ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇവളും. പ്രീത, അവര് പോയിന്നേ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എന്താണാവോ കാണാത്തെ? എടി നിനക്കെന്താ വട്ടാണോ? ഇനി എങ്ങനെ തിരിച്ചു വാങ്ങാനാ ആശീർവാദം? പ്രീത റിലാക്സ്. നീ ഇങ്ങനെ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ? നിനക്ക് എങ്ങനെ അറിയാം ഇനി എങ്ങനെ ഉണ്ടായാലോ? നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്? നിന്റെ കല്യാണം ഇപ്പൊ ഉറപ്പിച്ചു കഴിഞ്ഞു. 50% യു ആർ സേഫ്. പിന്നെ ഞാൻ നിന്നെ കെട്ടാനും പോകുന്നില്ല. സോ യു ആർ 100% സേഫ്, റൈറ്റ്? റൈറ്റ്. എന്നാലും നോക്കുന്നേ, ഇന്ന് കർവാ ചൗത്ത് ആയിട്ട് ഇങ്ങനെ ഒരു ആശീർവാദവും കൂടി കിട്ടി എന്തായാലും പേടിയാവില്ലേ? ബട്ട് താങ്ക് ഗോഡ് ഐ ആം സേഫ്.